സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. പുതിയൊരു പാതയിൽ വിരലുകൾ കോർത്തു നിൻ അരികെ നടന്നിടാൻ കാലമായി. മഴയുടെ തന്നിൽ പകൽ മീട്ടിയ വേളയിൽ കുളിരല തേടുവാൻ മോഹമായി. അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നുവോ, മിഴിനാളം മിന്നുന്നുവോ? നേരം വെളുത്ത ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് പോയാ നന്നായിട്ടിറങ്ങി. നീ എന്താ ഇതവൻ്റെ റൂമിൽ? നീ എന്താ ഉടുപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ? നിന്നാരെന്താ ചെയ്തേ? എന്തുപറ്റി? ബെഡ്ഷീറ്റ് മാറ്റി. നിനക്കെന്താ പറ്റിയേ? എന്തോ അറിവിത്, രാത്രി ഉറങ്ങാൻ സമ്മതിച്ചില്ല. എത്ര പ്രാവശ്യമെന്നറിയോ? ഇനിയിപ്പോൾ എന്താ, വീണ്ടും വേണോ? എനിക്ക് വയ്യ, ഞാൻ ഇപ്പം തന്നെ ചത്ത്. എന്താ കർത്താവേ, ഇവൻ എന്തൊക്കെ വിളിച്ചു പറയണത്? ഇപ്പം തന്നെ ആര് ചത്ത്, എന്തിനു ചത്ത്, എവിടെ നിന്ന് ചത്ത്? എനിക്ക് തുണിയൊക്കെ ഉണ്ടല്ലോ. ഓ, അപ്പം ഞാൻ ഉദ്ദേശിച്ചൊന്നുമില്ല. അതെ, നീ എന്തുവാ പറയുന്നേ? നീ അവിടെ ഇരുന്നേ. എന്തു ചെയ്തെന്ന്? ആര് ചെയ്തെന്ന്? നിനക്കെന്തെങ്കിലും പറ്റുമോ? അല്ല, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? നീ ഇവിടെ ഇരുന്നേ, ഞാൻ ചോദിക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് വിട്, എനിക്ക് ഇരിക്കാനൊന്നും വയ്യ. കുണ്ടി മരിച്ച് നനക്കാൻ വയ്യ. എന്ത് വേനയെന്നറിയോ? അവിടെയൊക്കെ ചുമന്നിരിക്കുക. ഞാനിവിടെ നിന്നോളാം. ഇനി അടുത്ത റൗണ്ടിലോട്ട് പോകാനാണെന്ന് പറയാനാണെങ്കിൽ ഞാൻ വരത്തില്ല. നോക്കിക്കോ, എന്നെ കൊണ്ട് വയ്യ. നീ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ പാവമായിരിക്കും, കിസ്സിങ് മാത്രമേ ഇത്ര അഗ്രസീവായിട്ട് കാണുമെന്ന്. ഇതിപ്പോൾ മൊത്തത്തിൽ നീ പോരട്ടയാ. എനിക്ക് വയ്യ. ഓ, ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇന്ന് കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? എൻ്റെ അമ്മോ, ഓ, അൺസൈക്കബിൾ. കർത്താവ്, ഇവൻ ഇതെന്തോന്ന് പറയണ? അതെ വേദ, നീ എന്തോ നീ പറയണ? എനിക്കൊന്നും മനസ്സിലാവണില്ല. 2-3 ദിവസത്തെ ബ്രേക്ക് എടുത്തോണ്ടാന്ന് തോന്നുന്നു. എനിക്കെന്തോ തലയ്ക്കകത്ത് കിളി പറന്നൊരു മയോഗം. നീ ഇവിടെ വന്നിരി. അതെന്താ നിനക്കിരിക്കാൻ പറ്റത്തെ? കുണ്ടിയിലിങ്ങനെ ഷൂലോട്ട് കുത്തിയോ? അതെ, സത്യമായിട്ടും എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കാരണമല്ലല്ലോ അല്ലേ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാനെങ്ങനെ ഇവിടെ വന്നേ? പിന്നെ ഇന്നലെ പാർട്ടിക്ക് പോയിട്ട് വരുന്ന തുണി വേറെ ആയിരുന്നല്ലോ, ഇത് വേറെ ആണല്ലോ. ഇതാരാ മാറ്റി തന്നെ? ഓ ഫക്ക്. അപ്പം നിനക്കൊന്നും ഓർമ്മയില്ല? ഇന്നലെ നടന്ന ഒന്നും ഓർമ്മയില്ല? കർത്താവ്, ഈ ചെറുക്ക് എന്തോന്ന്? അപ്പം എനിക്ക് കുറച്ച് ആക്രാന്തം ഉണ്ടായിരുന്നു എന്നുള്ള ശരിയാ എന്നും പറഞ്ഞ് ബോധമില്ലാതെ ഇത് ഞാൻ ഒന്നും ചെയ്യത്തില്ല. അതെ, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ഇന്നലെ അത്ര കുടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. എനിക്കെല്ലാം നല്ല ബോധം ഉണ്ടായിരുന്നു. പിന്നെന്താ എനിക്ക് ഓർമ്മയില്ലാത്ത? അയ്യോ, ഇനി അവനങ്ങനെ കയറി വന്ന. അതെ, എന്തു തന്നെ നടന്നേ? എനിക്കൊന്നും ഓർമ്മയില്ല. നിനക്കൊല്ല ഓർമ്മ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞ. എനിക്കൊന്നും ഓർമ്മയില്ല.
എൻ്റെ പെറ്റ അമ്മച്ചി സത്യമായിട്ട് എനിക്കൊരു വക ഓർമ്മയില്ലടാ. ഓ മൈ ഗോഡ്, രാവിലെ നീ ഇവിടെ കിടന്ന് എൻ്റെ തുണി ആരുടെ ഊരിക്കളഞ്ഞ് എൻ്റെ അനുവാദം ഇല്ലാതെ എന്നും പറഞ്ഞ് കിടന്ന് വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അയ്യോ, വിചാരിച്ചപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചതാ, ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കരുതേ എന്ന്. ഇതിപ്പോൾ എല്ലാം എനിക്ക് തിരിച്ചാണല്ലോ കിട്ടുന്നത്. എന്നിട്ട് ഞാനാ നിനക്ക് ഉടുപ്പും പാൻറ്റും എടുത്തിട്ടേന്നെ. നിനക്കറിയോ, ഈ ബാർഡ്രോപ്പും കെട്ടിക്കൊണ്ട് ഞാൻ അങ്ങ് പോയി നിന്റെ ഡ്രസ്സ് എടുത്ത് തിരിച്ചു വന്ന് നിനക്ക് തിട്ടിയെന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ വയ്യാത്ത കുട്ടിയും കൊണ്ട്. എനിക്കല്ലെങ്കിൽ ഇത് എന്നെ വേണം. എൻ്റെ ചാരിത്രം പോയി. അത് സ്നേഹിക്കുന്ന ആളുടെ കൂടെ ആണെങ്കിലും വേണ്ടൂല. എനിക്കറിയാം മറ്റോനും എന്നെ ഇഷ്ടമാണ്. പക്ഷേ അയ്യോ, ഞാൻ സ്നേഹിച്ച നിന്നെ അല്ലടാ പറട്ടെ. അയ്യോ, ബോധമില്ലാത്ത ഒരാളുടെ കൂടെ വന്ന് കിടക്കുമ്പോൾ നിനക്ക് അറ്റ്ലീസ്റ്റ് പറയുകയും ചെയ്തുകൂടെ നീ തമിഴനാണെന്ന്. ചാരിത്രം, തമിഴൻ, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഉറപ്പവൻ കയറി പിടിപ്പിച്ച്. അയ്യോ വേദ, ഓഹോ, ആഹാ കൊള്ളാം. അപ്പം നീ അവന് കിടന്നു കൊടുത്തല്ലേ ഞാൻ അറിയാണ്ട്. എന്നെ പ്രപ്പോസലും ചെയ്ത് എന്നെ ഐ ലവ് യുവും പറഞ്ഞ് എന്നോട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോയി കിടന്നു കൊടുത്തല്ലേ. ഈ ചതി എൻ്റെ അടുത്ത് വേണ്ടായിരുന്നു വേദ. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ അവൻ കളഞ്ഞിട്ട് പുറത്ത് വരുന്ന സമയം ലയം വലിക്കുമായിരുന്നല്ലേ. ഓഹോ, അപ്പം അവന് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ നിനക്ക് അറിയാമായിരുന്നു മുമ്പേ. ആഹാ, ഞാൻ പോലും തൊട്ടുനോക്കാത്ത ബിരിയാണി അപ്പോൾ മുമ്പേ കയറി തിന്ന് സ്കോർ ചെയ്തല്ലേ തേണ്ടി. ഡോ കാലമട, എൻ്റെ വായനൊന്നും താൻ കേൾക്കരുത്. മനുഷ്യനാകപ്പെട്ടുണ്ടായിരുന്നു നിധി അടിച്ചു പോയതിൻ്റെ സങ്കടത്തില. അപ്പോഴയാളെ ഞാൻ ചച്ചു പോലും. എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നടോ ആ സമയത്തിന്. അല്ല, എനിക്ക് ബോധമില്ലായിരുന്നു. അതിലൊരു ഡ്രിങ്ക്സ് കൊണ്ട് തന്നു, ഞാൻ കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിന് ശേഷം എന്താ നടന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. വെളുപ്പിനെ തന്നെ വിളിയേട്ടാ ഞാൻ എണീറ്റപ്പോൾ എനിക്കൊരു നിക്കറ് പോയിട്ടൊരു കോണാ തുണി പോലും ഇല്ലായിരുന്നു. തുണിയൊക്കെ എടുത്തിട്ട് 5 മിനിറ്റ് പോയി ജനലിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്കും ഭയങ്കര തലവേദന. എല്ലാ ദിവസം അവിടെ കൂത്തിയിരുന്നപ്പോഴാണ് എന്തൊക്കെയാണ് നടന്നതെന്ന് ഓർമ്മ വന്നത്. അയ്യോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടെണ്ണത്തിനെ കാണാൻ പോലും ഇല്ല, തനിക്കറിയോ. എന്നിട്ട് ഞാൻ എല്ലാവരും ഓർത്തെടുത്തിട്ട് ഇവിടെ വന്ന് കിടന്നു. എന്തിനാണെന്നറിയോ, തൻ്റെ കൂടെ ആണല്ലോ ഇതെല്ലാം നടന്നതെന്നുള്ള സമാധാനത്തിൽ. ഇപ്പോൾ സമാധാനം പോയി. അല്ലെങ്കിൽ അതാകവല്ലൻ എൻ്റെ മേളിൽ ഭയങ്കര കണ്ടായിരുന്നു. താനില്ലാത്തപ്പോഴൊക്കെ അവൻ എന്നെ പിടിച്ച് കിസ് ചെയ്യുമായിരുന്നു, താൻ ചെയ്യും പോലെ. ഇപ്പം അവന് താൻ പറഞ്ഞല്ലോ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയൊക്കെ ഒരുമിച്ച് കിട്ടിയ സുഖമായിരിക്കും. തനിക്കറിയോ അവൻ എത്ര പ്രാവശ്യം എൻ്റെ മേത്തേറി ആട് മേച്ചെന്ന്. എനിക്കൊന്നും പറയാൻ മനസ്സിലാവത്തില്ല. എൻ്റെ പേരം എൻ്റെ കുണ്ടി. അയ്യോ, ഓഹോ, നിനക്കോത്രമല്ല, എൻ്റെ സൂര്യകിരണോ ഇവിടെ വീണുടഞ്ഞത്. എൻ്റെ ആഗ്രഹമായിരുന്നു നിൻ്റെ മേത്തേറി ആട് മേയ്ക്കണമെന്ന്. അത് അവ സ്കോർ ചെയ്തില്ലേ, ഞാൻ തന്നെയാ. എന്നാലും ആ തെണ്ടി കറക്റ്റ് ടൈമിങ്ങിൽ എപ്പോഴും പണ്ടേ കയറി വരത്തുള്ളൂ. ഇതെങ്കിലും എനിക്ക് ആസ്വദിക്കാനുള്ള ടൈം അവൻ തരുമെന്ന് വിചാരിച്ച് തന്നില്ല. ശരിക്കും നിന്റെ കുണ്ടി നിനക്ക് ഭയങ്കര വേദനയാണോ? അല്ല, അപ്പം നിറുവും അബിയൊക്കെ എവിടെ? നിറു സേഫ് അല്ലേ? ഓ, ഇപ്പോഴെങ്കിലും തനിക്ക് ബോധം വന്നല്ലോ. ഞാൻ രാവിലെ വെളുപ്പിന് എണീറ്റപ്പോഴേ ഞാൻ അവരെ വിളിച്ചായിരുന്നു. എനിക്കിതെല്ലാം ഓർമ്മ വന്നപ്പം. നിറു രുദ്രയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. രുദ്രയുടെ ഫോണിലാണ് വിളിച്ച. അന്നേരം അവൻ അപ്പം തന്നെ എടുത്തു. പിന്നെ അബി ശാശ്വട്ടൻ്റെ കൂടെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞു. ശാശ്വട്ടൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവനെ വിളിക്കാൻ നിന്നില്ല. ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാമല്ലോ. ഓഹോ, അപ്പം തനിക്ക് എൻ്റെ കുട്ടിക്ക് കുഴപ്പമുണ്ടെന്ന് അറിയണ്ടേ? അല്ലാതെ പോയതിൻ്റെ ചാരിത്രത്തെക്കുറിച്ചൊന്നും അറിയണ്ടല്ലോ. എടോ, തൻ്റെ ഉള്ളിലുള്ള തന്നെ എടുത്തെങ്കിലും താനല്ലല്ലോ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. റൊമാൻറ്റിക്കായിട്ട് തുടങ്ങണം, വൈൻ കുടിക്കണം, പിന്നെ കയ്യും കുറുക്കണം, പിന്നെ കിസ് അടിക്കണം, പിന്നെ പതുക്കെ അങ്ങോട്ട് പോകണമെന്നായിരുന്നു. എൻ്റെ ശരീരം കണ്ട തനിക്ക് അറിഞ്ഞൂടെ? ഒരു ആഞ്ഞക്കാറ്റ്, ഒരു കരിമ്പും കാട്ടിനെ താനെ കയറി മേഞ്ഞതുപോലെ ഉണ്ട്. എനിക്ക് ഉറപ്പാ തന്നെ മറ്റേ രൂപം ഉണ്ടല്ലോ, തന്നെ മറ്റേ വേർഷൻ ഉണ്ടല്ലോ, അത് കയറി മേഞ്ഞഴിഞ്ഞാടിയിട്ട് പോയേക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വേന വരത്തില്ല കർത്താവേ. അയ്യോ, ഒരു കണക്കിന് നോക്കിയാൽ അത് ഞാൻ തന്നെയല്ലേ. എനിക്ക് തന്നെ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചത്. പക്ഷെ എന്നാലും അപ്പം നടന്നൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. എന്തൊരു കഷ്ടമാണ്. അതെനിക്ക് ഓർമ്മയും കൂടെ തന്നൂടെ? എന്നാൽ ഞാൻ അവനെ എൻ്റെ കൂടെ തന്നെ നിർത്തിയേനെ. വെറുതെ അല്ല അപ്പനും അവന്മാരും കൂടി അവനെ പറഞ്ഞു വിടാനായിട്ട് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത്.
കണ്ണിച്ചോരല്ലാത്ത തെണ്ടി ഒറ്റയ്ക്ക് വന്ന് തിന്നിട്ട് പോയേക്കണം. പാത്രത്തിലൊരു എല്ലുമ്പീസ് പോലും വെച്ചില്ല. അവനെ കണ്ടറിയാം, അവൻ കയറി അഴിഞ്ഞാടിയിട്ട് പോയേക്കാന്ന് പൂണ്ട് വിളയാടി തെണ്ടി. ഞാൻ തന്നെ അല്ലേ, എൻ്റെ കയ്യിരിപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. വേദ, എനിക്കറിയാം എൻ്റെ തെറ്റാണ്. അല്ല, എനിക്കറിയാം അവൻ്റെ തെറ്റാണ്. അവന് എന്നെ പോലെയല്ല, കുറച്ച് പ്രതിരോധ ശക്തി കുറവാണ്. അതായത് വരുന്ന വികാരങ്ങളെ പ്രതിരോധിച്ച് നിർത്താനായിട്ട് അവന് കുറച്ച് ശക്തി കുറവാണ്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. നീ ഇങ്ങനെ പറയല്ലേ, എനിക്കെന്തൊക്കെയോ കുറ്റബോധം തോന്നുന്നു, ചെയ്യാത്ത കൊച്ചിൻ്റെ അച്ഛനായതുപോലെ. എനിക്കൊന്നും ഓർമ്മയില്ല വേദ, സത്യമായിട്ടും. ഓർക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ചെയ്താലോ? അല്ല, ഒരിക്കൽ ചെയ്ത പാപം പിന്നെ കഴുകിക്കളയുന്നത് പോലെയാണല്ലോ. ചെയ്ത കാര്യം ഒന്നുകൂടെ ചെയ്യുമ്പോൾ എല്ലാം ഓർമ്മ വരുമെന്നാണല്ലോ. എനിക്ക് ഓർമ്മ വരാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. കർത്താവേ, ഏത് നേരത്താണോ ഈ പൊറട്ടെ സ്നേഹിക്കാൻ തുടങ്ങിയത്? എൻ്റെ വായിന്നൊന്നും കേൾക്കല്ലേ താൻ. ഒന്ന് ചെയ്തതിൻ്റെ ക്ഷീണം ഇവിടെ മാറിയിട്ടില്ല. അതൊന്നാണ്, ഒന്നൊന്നുമല്ല. എണ്ണാനുള്ള ബോധം വേണ്ടേ? ചത്ത് കിടക്കുമായിരുന്നു തോന്നുന്നു ഞാൻ. അയ്യോ, ഇനി തനിക്ക് വേദ, എനിക്കറിയാം എൻ്റെ തെറ്റാ, അല്ല അവൻ്റെ തെറ്റാ. സോറി. ഐ ലവ് യു വേദ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് സത്യമായിട്ടും. ഞാൻ ആദ്യം വിചാരിച്ചേ ഈ ഫീലിങ്സ് മാത്രമേ കാണത്തുള്ളൂ, അതായത് ഈ ഫിസിക്കൽ അട്രാക്ഷൻ. പക്ഷേ ഇതങ്ങനെയല്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് നീ ബാക്കിയുള്ളവരോട് പോയി മിണ്ടത്തില്ലേ, അന്നേരം ജലസ് അടിച്ചപ്പോൾ മനസ്സിലായി. സത്യം. ഞാനേ നിനക്ക് ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരട്ടെ? വേറൊന്നുമില്ല. ഞാനല്ല അവനെന്ന് മനസ്സിലാക്കുന്ന എല്ലാവരും ഞാൻ തമിഴ് പറയുമ്പോഴല്ലേ, അല്ല പക്ഷേ അവൻ തമിഴ് പറയുമ്പോഴല്ലേ, അവൻ തമിഴാണ് പറയുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നീ അയൽപക്കത്ത് പോലെ നിൽക്കരുത്. അതെന്തെന്നറിയോ? അവന് കണ്ണ് കാണത്തില്ല. നിന്നെ കണ്ടു കഴിയുമ്പോൾ അവന് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നി ഇതുപോലെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാൻസ് പോകത്തില്ലേ? ഇപ്പം തന്നെ നീ ഇത്രയും വേദനയിലല്ലേ. അതുകൊണ്ട് ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് എനിക്ക് നിൻ്റെ അടുത്ത് പോലും വരാൻ പറ്റത്തില്ല, നിൻ്റെ വേദന പോകുന്നവരെ. അവനെല്ലാം സ്കോർ ചെയ്തില്ലേ, അതുകൊണ്ട് അവനാണ് എൻ്റെ ദേഹത്തുനിന്ന് നീ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പിട്ട് നിന്നേര് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അവൻ നല്ല വേദനിപ്പിക്കും. അതുകൊണ്ടാണ്. ഞാനല്ല അവൻ. അറിവ്. അവൻ വേദനിപ്പിക്കും എന്നൊക്കെ എനിക്കറിയാം. ആ വേദനയുടെ വിഷമത്തില്ല ഇത്ര നേരം ഞാൻ ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞ. അല്ലാതെ നീ എന്നെ ഒന്നും ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീയാ ചെയ്യുന്നെങ്കിൽ ഈ വേദനയൊന്നും എനിക്കൊന്നുമല്ല. സത്യമായിട്ടും ഞാൻ വിചാരിച്ചായിരുന്നു നിനക്കൊന്നും ഓർമ്മയില്ല എന്ന്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത രീതി ഇങ്ങനെയല്ല. നീ എന്നെ കൊല്ലൂന്നാണ് വിചാരിച്ചത്. അവൻ നിൻ്റെ വേറൊരു വേർഷനാണെങ്കിൽ പോലും അത് വേറൊരാളെപ്പോലെയല്ലേ. ബിക്കോസ് ക്യാരക്ടർ, സ്വഭാവം എല്ലാം വേറെയല്ലേ അതിൻ്റെ. ഞാൻ നിന്നെയല്ലേ സ്നേഹിച്ചേ. അപ്പോൾ അയാളുടെ കൂടെ കിടന്നെന്നൊക്കെ പറയുമ്പോൾ നീ എന്നെ കൊല്ലൂന്നാണ് ഞാൻ വിചാരിച്ചത്. നീ എന്നെ വെറുക്കൂന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ആ ഉള്ള നിനക്ക് വേണ്ടി എന്നെ അക്സെപ്റ്റ് ചെയ്ത് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പിന്നെ അവനെന്നോട് മുമ്പേ ഐ ലവ് യു പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടതും സ്നേഹിച്ചതും ആദ്യം കിസ് ചെയ്തതും ഒക്കെ നിന്നെയാണ്. ഐ ലവ് യു ടു. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണ്. അതിന് നീ ഇങ്ങനെ ഐ ലവ് യു ടു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനായിരുന്നു നമ്മുടെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ്. പക്ഷെ ആ കൺഫ്യൂഷനൊക്കെ മാറി. അവനെ നീ എന്നെ കണ്ടതിന് ശേഷമല്ലേ കണ്ടേ? അവൻ ഫസ്റ്റ് ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞുള്ളതിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല. എനിക്കാണ് നിന്നെ ഇഷ്ടം. അവൻ വരുന്നതിന് മുൻപേ ഇപ്പോഴും ആ ക്രെഡിറ്റ് എനിക്ക് വേണം. പിന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്താലും നിനക്ക് കുഴപ്പമില്ല. അപ്പം നിനക്ക് വേദനയൊന്നുമില്ല ഇപ്പോൾ? ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. നീയല്ലേ, അവൻ്റെ അത്ര എന്നെ വേദനിപ്പിക്കത്തില്ല എന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് നിൻ്റെ കൂടെ ഉള്ള ആ മൂമെൻറ്റ്സ് അതറിയണം. ഓർത്തെടുത്ത വല്ല പൊട്ടോ പൊടിയോ അല്ലാണ്ട് എനിക്കും
അതെന്തായിരുന്നു, അതിൻ്റെ ഫീലിങ്സ് എന്തായിരുന്നു, ഒന്നും ഓർമ്മയില്ല. ആ വേദന മാത്രമുണ്ട്. എനിക്കും അറിയണം. അല്ല അത് പിന്നെ അറിയോ ഷുവർ? പുതിയൊരു പാതയിൽ വിരലുകൾ കോർത്തു നിൻ അരികെ നടന്നിടാൻ കാലമാ മഴയുടെ തന്നയിൽ പകൽ മീട്ടിയ വേളയിൽ കുളിരല തേടുവാൻ മോഹമായി അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നു മിഴിനാളം മിന്നുന്നുവോ Yeah, I'm sure. കനവിലെ ചില്ലയിൽ ഈരില തൊന്നുമേ You know, ഉതിരിതുവായി I'm so happy with you, Arif. മലയുടെ മാറിലായി പൂച്ചൂടിയ തെന്നലും നമ്മുടെ ഇടമായി ചേരവേ അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നുവോ മിന്നാളം മിന്നുന്നുവോ പുതിയൊരു പാതയിൽ വിരലുകൾ കോർത്തു നിൻ അരികെ നടന്നിടാൻ കാലമാ മഴയുടെ തന്നയിൽ പകൽ മീട്ടിയ വേളയിൽ കുളിരല തേടുവാൻ മോഹമായി അനുരാഗം തനുവാകെ മഞ്ഞായി വീഴുന്നു മിഴിനാളം മിന്നുന്നുവോ എന്റെ കർത്താവേ, ഈ നിറു ഇതെവിടെയാ? അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇന്നലെ തൊട്ട് ഞാൻ കിടന്ന് വിളിക്കുക. അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും എടുക്കണം. അതുമില്ല. ആ രുദ്രയുടെ നമ്പർ കൂടി വാങ്ങിച്ചു വെക്കണം. അവന്റെ ബോഡി ഗാർഡായിട്ടല്ലേ നടക്കുന്നേ. ഇവനെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും വിളിക്കാമല്ലോ. രുദ്രയുടെ കൂടെയാന്ന് രാവിലെ ആ ചെറുക്കൻ തുണിയെടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയക്കോ? അതുമില്ല. ആ പിന്നെ രാവിലെ വേദ പറഞ്ഞല്ലോ എല്ലാം അടിച്ച് 4 കാലിലായിരുന്നു. പിന്നെ എങ്ങനെയാ മെസ്സേജ് അയക്കുന്നത്? മെസ്സേജ് അയക്കാനും ബോധം വേണ്ടേ? രാവിലെ അവൻ തുണിയെടുക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ അറിവ് ഇവിടെ ഉണ്ടെന്ന് പോലും ഞാൻ അറിയത്തില്ലായിരുന്നു. ചത്ത് കിടന്ന് മുറി കിടന്ന് ഉറങ്ങുമെന്നല്ലേ പറഞ്ഞേ.
ഇതുവരെ എണീക്കാൻ അവന് സമയമായില്ലേ? കർത്താവേ, ഇവനൊക്കെ ഞാൻ അടിക്കുന്ന ടെൻഷന്റെ പകുതി പോലും ടെൻഷൻ ഇല്ലല്ലോ. ലാവിഷായിട്ട് അങ്ങ് നടക്കുക. അതെങ്ങനെ? ബാക്കിയുള്ള ടെൻഷൻ അടിക്കണമെന്നുള്ള ചിന്തിക്കാനുള്ള ബുദ്ധി ഇങ്ങനെ രണ്ട് തലയിൽ വേണ്ടേ? അതുമില്ലല്ലോ. ഏതെങ്കിലും ഒന്നെങ്കിലും എണീറ്റ് വന്നിരുന്നെങ്കിൽ ഒന്നിനെങ്കിലും എനിക്ക് കാണാമായിരുന്നു. കണ്ടിരുന്നെങ്കിൽ എന്റെ സമാധാനം പകുതി വന്നേനെ. ഇതെങ്ങനെയാ? രണ്ടും അമരത്തില്ലല്ലോ. മറ്റവനെയും കൊണ്ട് മറ്റവൻ പാർട്ടി എവിടെയാണോ അവിടെ തന്നെ കടന്നു എന്നാ പറഞ്ഞേ. എന്നാ അവനെ കൊണ്ട് വീട്ടിൽ വരേണ്ട സമയമായില്ലേ? അതും വരത്തില്ല. ഓ, മനുഷ്യന് ഒന്നാമത് ഇവിടെ നിൽക്കപ്പെടുത്തിയില്ല. ഇനി ആ വേതാളം പിടിച്ച് എണീറ്റ് കാണോ? എണീറ്റിട്ട് ഇവിടെയും കറയെ കൊണ്ട് നടക്കുവാണെങ്കിലോ? ഏതായാലും പുറത്തിറങ്ങി നോക്കാം. ഹർഷേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടാ? ഞാൻ ഇന്നലെ ചെന്നപ്പോഴേ എല്ലാം നല്ല ഫോമിലായിരുന്നു. വേദനയൊക്കെ കാണണമായിരുന്നു. ഞാൻ പിന്നെ അഭിനെ എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ചോണ്ട് വന്നത്. ഹർഷേട്ടനോട് ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നേ. പാർട്ടിയുടെ കാര്യം പറയാനല്ല. ഏതായാലും പാർട്ടിക്ക് പോയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹർഷേട്ടാ, എനിക്ക് അഭിനെ ഇഷ്ടമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഹർഷേട്ടനായാലും ഈ വീട്ടിലെല്ലാവർക്കും. അക്കാര്യത്തിൽ എൻ്റെ അമ്മയ്ക്കൊഴിച്ച് അമ്മയ്ക്കും സമ്മതമാണോന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അമ്മയ്ക്ക് ഒരിക്കലും സമ്മതമാവാൻ വഴിയില്ല. ഒരുപക്ഷെ അഭി വേദയോ രുദ്രയോ ആയിരുന്നെങ്കിൽ അമ്മ സമ്മതിച്ചേനെ, അതെനിക്കറിയാം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇക്കാര്യത്തിൽ അമ്മയുടെ സമ്മതം പോലും വേണ്ട. ഹർഷേട്ടൻ്റെ സമ്മതം മാത്രം മതി. അവനെ കെട്ടണം എന്നൊന്നും ഞാൻ ഇപ്പം പറയില്ല. പക്ഷെ അവനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോരുത്, വേറെ ആർക്കും കൊടുക്കരുത്. അവനെ എനിക്ക് തന്നെ തരണം. അതിനൊരു ടൈമായെന്ന് ഹർഷേട്ടന് തോന്നുമ്പോൾ. ഇന്നലെ ഒരുമിച്ചാ കിടന്നതല്ലേ? സോ ഫാസ്റ്റ്. എൻ്റെ അനിയനല്ലേ? നിന്നെ കൊണ്ട് അവനെ പലതും ചെയ്യിപ്പിച്ചാണോ എന്ന് എനിക്കറിയാൻ പൊന്നു മോനെ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി ഈ ചോദിക്കുന്നതെന്നും എനിക്കറിയാം. നീ അവനെ എടുത്തോടാ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിനക്കവനെ ഞാൻ ഒരിക്കലും തരില്ല എന്ന്? അവനെ നിന്നെ കൊണ്ടല്ലാതെ ഇക്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇവിടെയോ വേറെ ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും നിന്നെ ഞാൻ അവന് പണ്ടേ തന്നു കഴിഞ്ഞതാ. പിന്നെ ഈ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ നീ പറഞ്ഞ പോലെ ഇപ്പം ആലോചിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. അവൻ 20 വയസ്സല്ലേ ഉള്ളൂ. അവൻ കുറച്ചുകൂടി മെച്യൂർഡ് ആവട്ടെ, വലുതാവട്ടെ, സ്റ്റഡീസൊക്കെ കഴിയട്ടെ. എന്നിട്ട് നിനക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കാനാടാ? അവനെ നിനക്ക് എന്നെ തന്നിരിക്കുന്നു. എന്തായതാന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി, പോരെ? ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതല്ലേ? എടാ, നിൻ്റെ അടുത്ത് അവനെ ഏൽപ്പിക്കുന്നേക്കാൾ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. അവൻ എന്ന് സേഫായിരിക്കും എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം അതെനിക്കുണ്ട്. പിന്നെ ഇനി അതേ കൂടുതൽ എന്താ വേണ്ടേ? ഗുഡ് മോർണിംഗ് ഹർഷ. നിറു, രുദ്ര അവർ വന്നില്ലേ? ഇല്ല ബ്രൂണോ, ഇപ്പം എത്തുമെന്നാ പറഞ്ഞേ. ഞാൻ വിളിച്ചായിരുന്നു, ഇങ്ങ് എത്താനായെന്നാ പറഞ്ഞേ. ഇപ്പം വരുമായിരിക്കും. എന്താ ബ്രൂണോ, അനിയനെ കാണാഞ്ഞിട്ട് വീർപ്പ് കൂട്ടുന്നുണ്ടല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇന്നലെ തൊട്ട് വിളിച്ചിട്ട് 2 എണ്ണം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ വീർപ്പ് കൂട്ടാണ്ടിരിക്കും? നീ തന്നെ പറ. പിന്നെ പോരാണ്ട് അറിവ് ഇവിടെ ഉണ്ടെന്ന് രാവിലെ വേദയെ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പോഴാണ് പറഞ്ഞത് നിറുവും രുദ്രയും എത്തിയിട്ടില്ല എന്നും അവരെവിടെയാണെന്നും. പിന്നെ അതുകൂടി കേട്ടപ്പോൾ ടെൻഷൻ കുറച്ച് കൂടി. ഒരാളിവിടെ ഉണ്ടെങ്കിലും ഒരാൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അറിവിൻ്റെ കാര്യത്തിൽ പിന്നെ ടെൻഷനില്ല. നെറു അവനാളൊരു പാവമാണ്, സൈലൻ്റ് ക്യാരക്ടർ. എന്നോടും അറിവിനോടും കിടന്ന് ഈ തുള്ളിച്ചാടുന്നേക്കേ ഉള്ളൂ. പിന്നെ അത്ര അടുപ്പം തോന്നിയാലേ ആരുടെടുത്തെങ്കിലുമൊക്കെ ഈ വായി തോന്നിയൊക്കെ വിളിച്ച് പറയത്തുള്ളൂ. അതിപ്പോൾ നിങ്ങളുടെ അടുത്താണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിലെ ചെറിയ പേടി. അവൻ ഈ പുറത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഇടപഴകി വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. അതുവരെ ചെറിയ പേടിയുള്ള കൂട്ടത്തില്ല. അതൊക്കെ ചിന്തിച്ചിട്ടാണ് ടെൻഷൻ. പിന്നെ ഇതുവരെ കാണുന്നുമില്ല. ഇപ്പം തന്നെ സമയം 9:10 10 മണിയാവാറായില്ലേ? അല്ല, ഇന്ന് ഹർഷനും ശാശുവിനും ഓഫീസില്ലേ? ആഹാ, എന്താ നല്ല ചോദ്യം. പിന്നെ ഞങ്ങൾക്ക് ഓഫീസില്ലാണ്ട് ഞങ്ങൾക്കുണ്ടോ? ഇന്ന് പോയേ പറ്റത്തുള്ളൂ. ഇന്നലെ ഞങ്ങൾ പോയില്ലേ 2-3 ആവശ്യത്തിന്. അതിൻ്റെയൊക്കെ മീറ്റിങ്ങും മറ്റുമെല്ലാം വരുന്നത് ഇന്നാ. അപ്പം എന്തായാലും പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങളും തന്നെ പോലെ തന്നെയാ ഇങ്ങനെ നിൽക്കുന്നത്. രുദ്രയും നിറുവും വരാത്തോണ്ടാ. അവരെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു.
ഇന്നലെ ഇവിടെ നിന്ന് പോയല്ലേ. ബാക്കി എല്ലാവരും വീട്ടിലെത്തിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. പിന്നെ അവരെ കൂടി കണ്ടിട്ട് സേഫ് ആണല്ലോ എന്ന് ഉറപ്പാക്കിയിട്ട് പോകുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് നിന്നതാ. ഞങ്ങൾക്ക് 9:30 പോകേണ്ടായിരുന്നു. ഇതിപ്പോൾ 10 മണിയാവാറായി. അവനെ ഇപ്പം വിളിച്ചപ്പോഴേ പറഞ്ഞു ഓൺ ദ വേ ആണ്. അതുകൊണ്ടല്ലേ താൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഓൺ ദ വേയാ വിളിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം എത്തും, എത്താനായെന്നാ പറഞ്ഞേ. ഇവിടെ തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ എത്തിയെന്നാ പറഞ്ഞേ. ആ പറഞ്ഞു തീർന്നില്ല, അവരെത്തി. തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്നാ തോന്നുന്നേ. അതെന്നാടാ നിങ്ങൾ ഇന്നലെ ഇങ്ങ് വരാത്തെ? ഞാൻ തന്നെ ഇത് ചോദിക്കണം. കാറില്ലായിരുന്നല്ലോ അല്ലേ? അല്ല ആരെ ഇപ്പോൾ കൊണ്ടുവിട്ടെ? കാറില്ലാത്തതൊരു വിഷയമല്ലായിരുന്നു. അനുവിൻ്റെ കാറുണ്ടായിരുന്നല്ലോ, അവനാ കാർ എടുത്തോണ്ട് വരാൻ പറഞ്ഞു തന്നെയാ. പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. രണ്ടുപേർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ പോരാനായിട്ട് ഞങ്ങൾ കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ എന്തിനാ, പോലീസാണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ തൊല്ല കേസാവും. ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇപ്പം അവനെ കൊണ്ടുവിട്ടെ. രാവിലെ തന്നെ എണിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാ. പിന്നെ അവന് ഈ മമ്മയും പപ്പയും തിരിച്ചു വരണമെങ്കിനകത്ത് അവിടെ അടിച്ച് പിറ്റേറ്റ് കിടക്കുന്ന എല്ലാത്തിനെയും പറക്കി വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്ത് പിന്നെ അവിടെ ക്ലീനൊക്കെ ആക്കിയിട്ടാണ് വന്നേ. ആക്ച്വലി അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി മുന്നേ വന്നേനെ. നീയൊക്കെ ഇവിടുന്ന് കച്ചയെ കെട്ടി എടുത്തോണ്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ എല്ലാം അടിച്ച് ബുക്കുറ്റിയാവുമെന്ന്. ഇതോ 2 എണ്ണം കയറി കിടന്ന് നിന്നല്ല രാത്രിയാ. ഇതുവരെ കഥ തുറന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. ബോധം വേണ്ടേ ഇറങ്ങാനായിട്ട്. രാവിലെ ബ്രൂണോയുടെ റൂമിനകത്തോട്ട് കയറി ചെന്നു മറ്റവൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട്. മിക്കവാറും മുറി ഛർദ്ദിച്ച് കൊളാക്കി കാണും. അല്ലാണ്ട് മറ്റേ ഡ്രസ്സ് എടുക്കാൻ പോകത്തില്ലല്ലോ. എന്തൊക്കെയാണാവോ എന്താ പിള്ളേർ കാണിച്ചു കൂട്ടുന്നത്. ആരോട് പറയാൻ? എൻ്റെ പൊന്ന് ഹർഷ, ആകപ്പാടെ കിട്ടുന്ന ഒരു സമയമല്ലേ അവരെ എൻജോയ് ചെയ്തേ. അവർ ചെയ്യട്ടെ, അവരുടെ ഈ പ്രായത്തിലല്ലേ അതൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനി എപ്പം നടക്കാനാ? പിന്നെ നീ ഇല്ല ഈ കൂട്ടിലിട്ട തത്തേപ്പൂരല്ലേ ഇവരെയൊക്കെ നോക്കുന്നത്. അവരൊരു ടൈം കിട്ടിയപ്പോൾ അവർ യൂട്ടിലൈസ് ചെയ്തു, അത്രേ ഉള്ളൂ. അത് അങ്ങനെ വിചാരിച്ചാൽ മതി. നെറു എന്തു പറ്റിയിടാ അല്ലാണ്ടിരിക്കുന്നേ? എന്താ ഇന്നലെ അടിച്ചത് കൂടിപ്പോയോ? അതോ ഹാങ് ഓവർ ഇതുവരെ പോയില്ലേ? അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്തു പറ്റി? നിന്റെ മുഖമൊക്കെ ആകെ ഡള്ളായിട്ട് എന്തോ വിഷമമുള്ള പോലെയാണല്ലോ നിൽക്കുന്നേ. എന്നെ പറ്റി? അവനെന്തു പറ്റാനാ? അവനൊരു കുഴപ്പമില്ല. ഹാങ് ഓവറായി ഇന്നലത്തെ എൻ്റെ. നല്ലതുപോലെ അടിച്ച് കയറ്റിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനും അറിവും പുറത്തായിരുന്നു. ഇവന്മാര് 3 ആയിരുന്നു ഒരുമിച്ച്, അബിയും വേദയവനും കൂടി. 3 കൂടി അതിനകത്ത് നിന്ന് ഉള്ള എല്ലാം അരിപ്പറക്കി കുടിച്ചായിരുന്നു. എന്തൊക്കെ കുടിച്ചെന്ന് 3നും തന്നെ ഓർമ്മയില്ല. അല്ലേടാ? അതാവുമ്പോ ഇങ്ങനെ ഉണ്ടാകാൻ നിൽക്കുന്നേ. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അല്ലാണ്ട് വേറെന്ത് പറ്റാനാ? അതായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി. നിൽക്കുന്നുണ്ടാത്തൊന്നും അവൻ ആരോ വേറെന്തോ ചെയ്ത പോലെ. ഏടാ, നിന്നെ കൊണ്ടാവുന്ന പണിക്ക് പോയാൽ പോരെ? നിന്നെ കൊണ്ട് പണ്ടേ അറിയാന്നുള്ള കാര്യമാണ്. നിന്നെ കൊണ്ട് ഇത്രയും ക്വാളിറ്റി കൂടിയ സാധനങ്ങളൊന്നും കുടിക്കാൻ ഒക്കത്തില്ല. പിന്നെ എന്തിനാ നീ ഇതൊക്കെ വാരി കുടിക്കാൻ പോകുന്നേ? അവൻ്റെ ഒരു കുടി. എന്നിട്ട് മുഖം ഇരിക്കും നോക്ക്, എന്തോ വിഷമമുള്ള പോലെ. നിന്നെ കണ്ടാ പറയാ കുടിച്ച് തന്നെ ഹാങ് ഓവറാന്ന്. എന്തോ ആരോ എന്തോ ചെയ്തിട്ട് കിടന്ന് കരഞ്ഞ പോലെ ഉണ്ട്. ആരോ മരിച്ചിട്ട് കരഞ്ഞ പോലെ ഉണ്ട് നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ. കണ്ണൊക്കെ ചുമന്ന് അവിടെയൊക്കെ വീന്തി ആ കവളൊക്കെ ഇരിക്കും നോക്ക്. എന്ത് കോലമാ നിർവ്വയത്? എൻ്റെ ബ്രൂണോ, നീ ഇല്ല പരട്ട വക്കീലന്മാർ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കാതെ. അവൻ കുടിച്ചിരുന്ന ഹാങ് ഓവർ മാറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ രുദ്ര. നമ്മളെക്കാളും നന്നായിട്ട് ഇപ്പം അവനെ അറിയാമെന്നുള്ള രുദ്രയ്ക്കാണ്. അതുകൊണ്ട് ഇനി വല്ല ഡൗട്ടും ഉണ്ടോ? ബ്രൂണോ, എനിക്ക് നല്ല തലവേദന. ഞാൻ പിന്നെ ഫ്രഷായിട്ട് ഉറങ്ങട്ടെ. എന്നിട്ട് വന്നിട്ട് പിന്നോട് നമുക്ക് സംസാരിക്കാം. ഞാൻ എന്നാ പോവാം. അല്ല നീറു, തലവേദന ഓക്കെ, ഹാങ് ഓവർ ഓക്കെ, പക്ഷെ അവൻ്റെ ഈ ടോണ്. രുദ്ര, അവന് വേറൊരു പ്രശ്നമില്ലല്ലോ അല്ലേ? അല്ല, അവൻ ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാ. ഇതിനു മുമ്പേയും ഞങ്ങൾ കുടിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരുമിച്ചിരുന്നാ കുടിച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം എണീക്കുമ്പോൾ അതിൻ്റെ ഹാങ് ഓവറും കാണും, തലവേദനയും കാണും. അത് അവന് ഉള്ളതാ. കാരണം ഞങ്ങളെ രണ്ടുപേരെയും വരച്ചു നോക്കുമ്പോൾ അവന് ഈ വക കാര്യങ്ങളിലൊക്കെ കുറച്ച് താല്പര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ അധികം ഇതൊന്നും യൂസ് ചെയ്യാറുമില്ല. വല്ലപ്പോഴും യൂസ് ചെയ്താൽ തന്നെ ഇതായിരിക്കും അവൻ്റെ അവസ്ഥ. പക്ഷെ ഇങ്ങനെ അല്ല അത്. അവൻ ഇങ്ങനെ ആണെങ്കിൽ പോലും അത് സംസാരിക്കുമ്പം അതിൽ കുറച്ച് കോമഡി ലാഘവവും ഒക്കെ കാണും. ഇതെന്തും മൊത്തത്തിൽ ഒരുമാതിരി എന്തോ പോലെ. അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്തെങ്കിലും വിഷമമുള്ളപ്പോഴാ, അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടമുള്ളപ്പോൾ.
വേറൊന്നും നടന്നില്ലല്ലോ? അവൻ ഓക്കേനല്ലേ? ആ ഇതാ ഇപ്പൊ നന്നായേ. എന്റെ പൊന്നു ബ്രൂണോ, അവൻ പെർഫെക്റ്റ്ലി ഓക്കെയാ. അവൻ എന്ത് പറ്റാനാ? അവന് ഒരു കുഴപ്പമില്ല. ഇന്നലെ അവൻ കുടിച്ചത് കുറച്ച് കൂടിപ്പോയി. അതിന്റെ നല്ല തലവേദന കാണുമായിരിക്കും, പിന്നെ അതിന്റെ ഹാങ് ഓവറും. ഇപ്പൊ ബ്രൂണോ തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ അവനാ കൂടുതൽ ഇതൊന്നും യൂസ് ചെയ്യാത്തതെന്ന്. ഇന്നലെ കുറച്ച് ഓവർ ആയതിന്റെ കുഴപ്പമായിരിക്കും ഇതൊക്കെ, അല്ലാണ്ട് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അല്ലാണ്ട് അവൻ എന്ത് വേറെ പ്രശ്നം? വേറെ ഒരു കുഴപ്പമില്ല. ദേ ഇവിടെ എത്തുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ എന്തുണ്ടായാലും പറയത്തില്ലേ. ബ്രൂണോ, ഇയാളിങ്ങനെ ടെൻഷനൊന്നും ആവണ്ട. ഇപ്പോ രുദ്രയ്ക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ തന്നെ അത് തന്നെ അനിയനല്ലേ. താൻ ഓവറായിട്ട് ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. അവനൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഹാങ് ഓവറൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവൻ തന്നെ തന്നോട് പറയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ 3 പേരുടെ ഇടയിൽ എന്തായാലും അധികം സീക്രട്സ് ഒന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം ഷെയർ ചെയ്യുന്ന ബ്രദേഴ്സ് ആണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ പറയാതിരിക്കാൻ വഴിയില്ല, എന്തായാലും പറയും. അതുകൊണ്ട് താൻ അവൻ പറയത്തില്ല എന്ന് ഓർത്ത് ടെൻഷൻ ആവണ്ട. അവൻ എന്തായാലും തന്നോടത് പറയൂടോ. ഇനി എന്തേലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒത്തിരി ഇത്രയും ഉറപ്പിച്ച് പറയുന്ന ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. കുടിച്ചതിന്റെ ഹാങ് ഓവർ തന്നെ ആയിരിക്കും. ഇച്ചിരി കൂടിപ്പോയായിരിക്കും, അതായിരിക്കും ഇങ്ങനെ ക്യാരക്ടർ ചേഞ്ച് ഒക്കെ. അല്ലാതെ എന്താണോ താനധികം ടെൻഷൻ അടിക്കണോ? നമുക്ക് നോക്കാം. ആ ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളാവൂടോ. ടെൻഷനുണ്ട് നല്ല പോലെ. ഇവർ രണ്ടുപേരെയും എൻ്റെ കയ്യിൽ അപ്പനെ ഏൽപ്പിച്ചേക്കുന്നത് നോക്കാനായിട്ട്. ഞാൻ നിർബന്ധിച്ചിട്ടാ അവരിവിടെ ജോലിക്ക് വന്നത്. അപ്പോൾ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അപ്പൻ എന്നെ കൊല്ലും, അതുകൊണ്ടുള്ള ടെൻഷനുണ്ട്. പിന്നെ അവർക്കെന്തെങ്കിലും പറ്റിയാൽ ഞാനില്ലടോ. അവരാ എൻ്റെ കുടുംബം, എല്ലാം എല്ലാം. പാട്ടി പാട്ടിയാ. ഒരു ദിവസം ഒരു വെടിക്ക് 2 പക്ഷി. എന്നാലും ആ പരനാറി ഞാൻ കയറുന്നതിന് മുമ്പേ അവിടെ കയറി സ്കോർ ചെയ്ത് എന്തിനാന്നാ? എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഈ 4-5 റൗണ്ടൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്ന. ഇതെങ്ങനെ അവൻ അറിഞ്ഞിട്ട് അവൻ ചെയ്തെന്നാ? ഇതിപ്പോൾ എനിക്കൊരു റൗണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അവൻ ചെറുക്കൻ വെറുതെ ഞാനായിട്ട് എന്തിനാ അതിനെ കൊന്നു തിന്നുന്നത്? അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിട്ട. ഇല്ലായിരുന്നെങ്കിൽ ഞാനും ഒരു 4-5 റൗണ്ടൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. നിറു, നീ എപ്പോൾ വന്നടാ? നീ ഓക്കെ അല്ലേ? നീ വല്ലതും കഴിച്ചായിരുന്നോ? നീ ആ രുദ്രരുടെ അവിടെയാന്ന് വേദ പറഞ്ഞല്ലോ. നീ എപ്പോഴാണ് വന്നേ? ഞാനിപ്പോൾ വന്ന് കയറിയുള്ളൂ. ഇപ്പോഴാ അനുഗ്രഹം ഞങ്ങളൊക്കെ ഉണ്ടാക്കിയത്. രാവിലെ എണീറ്റപ്പോൾ നല്ല തലവേദനടാ. ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ കുടിച്ചത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ്. എന്തോ എനിക്കറിയത്തില്ല. ഞാനെന്തായാലും പോയി ഫ്രഷായിട്ട് വന്നൊന്ന് കിടക്കാൻ പോവാം. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, എനിക്കൊന്നും വേണ്ടടാ. എനിക്ക് വിശക്കുന്നൊന്നുമില്ല. എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. എനിക്കൊന്ന് ഒറ്റയ്ക്കിരുന്നാൽ മതി. ഇതെന്താ പുതിയ ആഗ്രഹങ്ങളൊക്കെ? ഒറ്റയ്ക്കിരിക്കണം, ഉറങ്ങണം. ഹാങ് ഓവർ മനസ്സിലായി, നീ ഇന്നലെ കുടിച്ചോണ്ടാ. ഒറ്റയ്ക്കിരിക്കണമെന്നൊന്നും നീ ഇതിനു മുമ്പേ ഹാങ് ഓവർ വന്നപ്പോഴൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തുവാണേലും പറ, ഞാനില്ലേ നിൻ്റെ കൂടെ. എന്തു പറ്റി? നിൻ്റെ മോൻ കണ്ടാൽ അറിയാം ഹാങ് ഓവറും കുടിച്ചതൊന്നും അല്ല നിൻ്റെ പ്രശ്നമൊന്നും. വേറെ എന്തോ ഉണ്ട്. നീ ഒരുപാട് കരഞ്ഞതുപോലെയാണല്ലോ ഇരിക്കുന്നത്. എന്തു പറ്റി നിറു? നീ കാര്യം പറ, ഞാനില്ലേ കൂടെ. നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നതല്ലേ നിറു? നീ പറഞ്ഞേ, എന്തു പറ്റി? നീ ഒന്നും മിണ്ടാതെ പോയേ. എന്തെങ്കിലും ഉണ്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ല, പറയത്തക്ക വിധം ഒന്നുമില്ല. നീ പോയേ, ഞാൻ പോയി കുളിക്കട്ടെ. എന്നൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കുമോ? എനിക്ക് പ്രാന്തെടുക്കുക. നേരത്താണോ ഇന്നലെ കുടിക്കാൻ തോന്നിയത്? നശിച്ച നേരം. ആ നേരം കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. നീ പോ, ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടൊന്ന് ഉറങ്ങട്ടെ. എന്നെ ഒന്ന് ദൈവത്തോർത്ത് ശല്യം ചെയ്യാതിരുന്നാൽ മതി ആരും. അല്ലേടാ, ഇവനിതെന്തോ പറ്റിയ? ഉറപ്പാ എന്തോ പറ്റിയിട്ടുണ്ട്. ആ കാലമാടെ രുദ്ര വല്ല വഴക്ക് പറഞ്ഞാണോ? ഓ പിന്നെ ഇതിനു മുമ്പേ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നേരമൊക്കെ പയറ് പോലെ വന്ന് ഇന്ന് അവൻ്റെ കുറ്റം പറഞ്ഞ ചെറുക്കനാ. ഇത് വേറെന്തുവാ? ഇതിപ്പോൾ എവനായിട്ട് പറയാതെ ഞാനെങ്ങനെ അറിയാനാ? ഞാൻ സ്വപ്നം വല്ലതും കാണുമോ? ഇന്നലെ കാലമാടെ അതുല അവനെ പിടിച്ചോണ്ട് പോയത്. കർത്താവേ, ഇനി അവൻ വല്ലതും ചെയ്തതാണോ? ആരും എല്ലാം ചെയ്തോന്നാ നീ പറയുന്നേ? അല്ല, ആ അതുലെന്ന് പറഞ്ഞവൻ ഇന്നലെ മെനങ്ങാന്നൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവനല്ലേ? അവനുമായിട്ട് എന്താ പ്രശ്നം? അവനെ എന്ത് ചെയ്യാനാ?
എന്താടാ ഇന്നലെ അവിടെ വല്ലതും നടന്നോ? നിനക്ക് വല്ല ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ബ്രൂണോ, അത് ഇന്നലെ അല്ല, മെനങ്ങാന്ന്. ഞാനവിടെ കിച്ചണിൽ നിന്നപ്പോഴത്തേക്കും വെള്ളം കുടിക്കാൻ പോയില്ലേ, ഞാനന്ന് ബാത്ത് ഡബ്ബിൽ നിന്ന് എണീച്ച് വന്നെന്ന്. അന്ന് ഈ പറഞ്ഞ അതുൽ എന്നോട് ഒന്ന് എവനെ ഇഷ്ടാന്നും എവനെ സ്വന്തമാക്കുമെന്ന് ആനയും ജനെന്നൊക്കെ ഒരുമാതിരി വൾഗറായിട്ട് പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ മറ്റേ അറിവായിട്ട് മാറിയതും പിന്നെ നടന്നൊന്നും എനിക്ക് ഓർമ്മയില്ലാത്തത്. ഞാൻ എണീക്കുമ്പോൾ ഞാൻ ബാത്ത് ഡബ്ബിൽ കിടക്കുന്നത്. ഇതിപ്പോൾ ഇന്നലെ അവനായിരുന്നു യവന്മാർക്ക് 3 പേർക്കും ഡ്രിങ്ക്സ് കൊണ്ട് കൊടുത്തതും ഇവനെ കൊണ്ട് റൂമിൽ കിടത്താൻ പോയതൊക്കെ. അതിനുശേഷം രുദ്ര ഇവനെ തിരക്കി പോയായിരുന്നു. പിന്നെ എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ബാത്റൂമിൽ വേദയെ തിരക്കി പോയതോ അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ ചെന്നപ്പോൾ പിന്നെ എന്താ നടന്നതെന്ന് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ രാവിലെ എനിക്ക് ബോധം വരുന്നത്. ഞാൻ വേദനയും കൊണ്ട് എപ്പോഴാണ് വീട്ടിൽ എത്തിയെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ബാത്റൂമിൽ ചെന്നതിന് ശേഷം വേദ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഞാൻ ഫുൾ തമിഴാണ് സംസാരിച്ചത്. ഞാൻ മറ്റവനായി. അതിന് ശേഷം അവൻ്റെ കാര്യത്തിലോ അവരുടെ കാര്യത്തിലോ ഒന്നും ഞാൻ തിരക്കാൻ പോയില്ല. എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നലെ അവനെ അതുലാണ് കൊണ്ടുപോയത്. ആ അതുലിനാണെങ്കിൽ അവൻ്റെ മേളിലൊരു കണ്ണും ഉണ്ടായിരുന്നു. അവനങ്ങനെ ഇനി അവനോട് മോശമായിട്ട് പെരുമാറിയോ അല്ല വല്ലതും പറഞ്ഞോന്നൊന്നും അറിയത്തില്ല. അതിന് ഇവൻ വാതുറന്ന് വല്ലതും പറയണ്ടേ? ഇപ്പം തന്നെ ഇവ ഒട്ടും ഓക്കെ അല്ല. ഒറ്റയ്ക്ക് ഇരിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഹാങ് ഓവറാന്നാണ് പറയുന്നത്. ഹാങ് ഓവർ ആയിരുന്നു. അപ്പോൾ എന്നേലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ബ്രൂണോ? നീ എന്നെ പറ. ഇതൊന്നും അല്ല, എന്തോ ഉണ്ട്. ആ രുദ്രോട് പോയി ചോദിക്കാന്ന് വെച്ചാൽ അവൻ അങ്ങനെയൊന്നും ഇവനോട് പെരുമാറത്തില്ല, ഉറപ്പാ. കാരണം അവനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രുദ്ര ഇത്ര കൂളായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടുണ്ടാവത്തില്ല. രുദ്രയ്ക്ക് അവനെ ഇഷ്ടമാണെന്ന് എനിക്ക് മുമ്പേ തോന്നിയതാ. ഇപ്പൊ നീ അത് പറഞ്ഞപ്പോ കൺഫേം ആയി. നിന്നോട് അവൻ പറഞ്ഞായിരിക്കുമല്ലേ അവനെ ഇഷ്ടമാണെന്ന്. പിന്നെ രുദ്രയുടെ അടുത്ത് അവൻ സേഫാ. നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കാതെ. ഇതൊന്നും ആയിരിക്കത്തില്ല, വേറെന്തെങ്കിലും ആയിരിക്കും. അവൻ തന്നെ നമ്മളോട് പറയും. അവൻ നമ്മളോട് പറയാതിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നീ എന്നാ പറ. അധികമൊന്നും ഇവനെ കൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അവനെ എന്നെ വീർപ്പൂട്ടുമ്പോൾ അവൻ തന്നെ പറഞ്ഞോളൂ. നീ അതുകൊണ്ട് അതാലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ആ പിന്നെ അപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാനാണ് ഞാൻ വന്നേ. അപ്പനും നേഹയും പീറ്ററും കൂടി ഉച്ചയൊക്കെ നമ്മളെ കാണാൻ വരും. അതുകൊണ്ട് റെഡിയായിട്ടൊക്കെ നിൽക്കി. എന്നാ വലുതാ, എന്ത് രസമല്ലേ പീറ്ററെ. നമ്മുടെ ലണ്ടനിലെ വീട്ടിലും ഇങ്ങനൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇതുപോലൊരു വലിയ TV വയ്ക്കണം. എന്നിട്ട് ഗസ്റ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നേരത്ത് ഒരു കണ്ട് സംസാരിക്കാം. എങ്ങനെയുണ്ട് ബെഞ്ചമിനപ്പ എൻ്റെ ഐഡിയ? ആ പിന്നെ നല്ലതാ. നീയൊക്കെ കൂടെ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നൊന്നും പോരല്ലോ. നമുക്ക് ഗാർഡനിൽ TV വെച്ചു കൊടുക്കണം. മോളാ പോലും ഇല്ല, ഉണ്ടാക്കാത്ത കുരിശൊന്നുമില്ല. ഒരുത്തരം കൊന്നിട്ടാ നിൽക്കുന്നതെന്ന് കണ്ടാ പറയൂ. എന്റെ പൊന്നപ്പാ, അപ്പനെ എവള് പറയുന്നതൊന്നും കേൾക്കണ്ട. എവള് ഇതുപോലെ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുള്ളൂ. ആ വരുന്നുണ്ടല്ലോ അപ്പാ ത്രിമൂർത്തികൾ. ആ വന്നോ മൂന്നു? ഇവിടെ ആരും ഇല്ലേടാ ബ്രൂണോ? അല്ല, ഞങ്ങൾ വന്നപ്പോ ആ സെക്യൂരിറ്റി ചെറുക്കനാ ഞങ്ങൾ അകത്തേറ്റ് ഇവിടെ കൊണ്ടിരുത്തിയിട്ട് നിങ്ങളിപ്പോ വരൂന്ന് പറഞ്ഞത്. ഇവിടെ വേറെ ആരെയും കണ്ടില്ല. ആ ഉണ്ടപ്പാ, 10 മണി വരെ ഉണ്ടായിരുന്നു. അവര് 10 മണിയായപ്പോഴാണ് ഓഫീസിൽ പോയത്. പിന്നെ ഉള്ളത് ഇവിടുത്തെ ദേവന്മാരുടെ പ്രായമുള്ള കുറച്ച് ചോട്ടാ പിള്ളേരാ. ഇവരുടെ പ്രായമല്ല, നേകയുടെ പ്രായമേ ഉള്ളൂ. അവർക്കിന്ന് കോളേജ് ലീവാ. അതുകൊണ്ട് തന്നെ അവരവരുടെയൊക്കെ റൂമിലായിരിക്കും. അതാ അവരെയൊന്നും കാണാത്തത്. ഓ ആണോ? അങ്ങോട്ട് മാറിക്കേ. അറിവ്, നീ പറഞ്ഞ പോലെ ഇന്നലെ ഞാൻ അവനെ പോയി കൊന്നിട്ടുണ്ടേ. ഇനി എന്താ ചെയ്യണ്ടേ? ദേ അപ്പൻ എന്നെ എന്നാ തൊട്ട് ചെവി കേൾക്കാൻ വയ്യാണ്ട് ചീത്ത വിളിക്കുക. നീ പറഞ്ഞിട്ടാ ഞാൻ അവനെ പോയി കൊന്നത്. അവൻ എന്തൊരു അഹങ്കാരമായിരുന്നെന്നറിയോ? അവൻ ഇനിയും ചെയ്യും ആനയെ ചെയ്യുന്നൊക്കെ. ഞാൻ അവനെ കുത്തി കൊന്നു കളഞ്ഞടാ. ആരെ? ഞാനിപ്പോ പറഞ്ഞു കൊല്ലേ? നേഹേ, നീ കളിക്കല്ലേ. ഞാനൊന്നും പറയുന്നില്ല നിന്റെ അടുത്ത് കൊല്ലാനായിട്ട്. ദേ അപ്പ, ഞാൻ മനസ്സ് വാച കർമ്മനെ അറിഞ്ഞിട്ടില്ലേ അവള് കൊല്ലാൻ പോലും. അപ്പൊ ഞാനൊരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. ഈ പൊടി ഞാനൊന്നുമല്ല. എന്റെ പൊന്നാറു, നീ അത് കാര്യാക്കട്ടാ. ഇവക്ക് ഇന്നലെ തലക്കൊരു അടി കിട്ടിയതാ. ഇവള് ഇന്നലെ സ്വപ്നം എന്താ കണ്ടതാടാ. നീ പറഞ്ഞു ആരെ കൊല്ലാനെന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയ പ്രഹസന. ഞാനും ബെഞ്ചമിനും അപ്പൊ ഇത് കേട്ട് മടുത്ത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ നിന്റെ അടുത്തും കൂടി.
അവനൊന്നും ഓർമ്മയില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. നീ കാര്യാക്കണ്ട, അവക്ക് ഭ്രാന്ത. നീ വന്നേ. അല്ല സുഖല്ലേ പോകുന്നവർക്കും? എന്റെ പൊന്നറു, നീ ഇവിടെ ജോലിക്ക് കയറുന്നതിന്റെ മുമ്പേ 2 ദിവസം ഞങ്ങൾ വന്ന് കണ്ടതാ. അതിനുശേഷം നിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഒന്ന് കണി കാണാൻ പോലും. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ പോവാ. അതുകൂടി പറയാനാ ഞങ്ങൾ വന്നത്. ഹോ, സ്വപ്നത്തിന്റെ കാര്യമായിരുന്നോ? ഇത് പെണ്ണ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ, ഞാനങ്ങ് വിജലിമ്പിച്ചു പോയി. വേറെ എന്തൊക്കെയാണെന്ന് വിചാരിച്ച്. ഞാൻ വിചാരിച്ച ആ തമിഴമ്പാണ്ടി വന്ന ഇവളോട് ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞാണോ എന്ന്. ഭായത്തിന് പറഞ്ഞില്ലല്ലോ, സ്വപ്നമായിരുന്നല്ലേ. ഓ, എന്തൊരാശ്വാസം. അപ്പന് സുഖമല്ലേ? നിങ്ങളെന്തിനാ 2 ദിവസം കഴിയുമ്പോൾ പോകുന്നേ? നമ്മളെവിടെയും കണ്ടില്ലല്ലോ. അന്ന് നമ്മൾ 3 പേരും കൂടെ പോയതാ. ദൈവന്മാർ നമ്മളോട് വന്നില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയിട്ട് പോയാൽ പോരെ? അതിനുള്ള സമയമൊന്നുമില്ല. അവർക്ക് അടുത്ത സെമിസ്റ്റർ എക്സാം ആയി. അവര് പോട്ടെ, അവരിനി വരും. അന്നേരം നമുക്ക് കറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. കുറെ ആയില്ലേ ഇങ്ങനെ മാറിയിരിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അവരെ ഇവിടെ പിടിച്ച് നിർത്തേന്ന് വേണ്ട. അടുത്ത വരക്കത്തിന് വരുമ്പോൾ കറങ്ങോ അടിച്ചു പൊളിക്കോ എന്താന്ന് വെച്ചാൽ ആവാം. ഇപ്രാവശ്യം നിങ്ങൾ ഇവിടെയും അവർ വന്നപ്പോൾ അവർ ഒറ്റയ്ക്കൊക്കെ ആയിപ്പോയോണ്ടല്ലേ. അതേതായാലും അവർക്ക് ആ സാഹചര്യമൊക്കെ മനസ്സിലാവും. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ നീറു? എന്ത് പറ്റിയിടാ മോനെ? അവൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാണ് അപ്പം നല്ലത്. അവനൊന്നും തുറന്ന് പറയത്തില്ല. ഭയങ്കര ജാടയാ. അവനിപ്പോൾ പുതിയ മുതലാളി കിട്ടിയിട്ടുണ്ടല്ലോ, രുദ്രി മുതലാളി. മുതലാളിയുടെ ബോഡി ഗാർഡല്ലേ. അവന് മുതലാളിയോട് മാത്രമേ എല്ലാം പറയത്തുള്ളൂ. നമ്മളെ ഇപ്പോൾ കണ്ടെന്നും കൂടാ. രാവിലെ തൊട്ട് ഇങ്ങനെ അപ്പാ. ഇന്നലെ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്കും ചെറുതായിട്ട് അടിച്ചായിരുന്നു എല്ലാവരും. ഇന്ന് രാവിലെ അവനും അവൻ്റെ മുതലാളിയും കൂടെ വന്നത്. ഫിറ്റായതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് വന്നില്ല. വന്നപ്പോൾ തൊട്ട് മോന്തേന്തോ ഇതുപോലെ തവളയെ പോലെ കയറ്റി വെച്ചിട്ട് പെരുക്കി വെച്ചുകൊണ്ട് നടക്കുക. എന്താണെന്ന് ചോദിച്ചാൽ തുറന്ന് പറയത്തുമില്ല. അവൻ ഒറ്റയ്ക്കിരിക്കണം, ഞങ്ങളൂടെ നിൽക്കാൻ പറ്റത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ തുറന്ന് വല്ലതും പറയുമോ? അതുമില്ല. ഞങ്ങളെല്ലാം ഊഹിച്ചെടുക്കണമായിരിക്കും. അവൻ അതിൻ്റെ അഹങ്കാരം അപ്പം ചോദിക്കണ്ട. അവനെന്തോ പറയാൻ തോന്നുമ്പോൾ നമ്മളോട് പറയട്ടെ. മോനെ ഉമ്മാരോട് പറയാൻ മടിയാണെങ്കിൽ അപ്പനോട് പറ. എന്താ പറ്റിയേ? എന്തു പറ്റി മോനെ? മോനെന്താ വയ്യേ? അതോ എന്തേലും വിഷമമുണ്ടോ മനസ്സിൽ? എന്തുണ്ടെങ്കിലും അപ്പനോട് തുറന്നു പറ. ഒന്നുമില്ലപ്പാ, എനിക്ക് വയ്യ. അവൻ പറഞ്ഞില്ലേ ഇന്നലെ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ കുടിക്കുന്നതല്ല, അപ്പനറിയാമല്ലോ. കുറച്ച് കൂടിപ്പോയി. അതിൻ്റെ തലവേദന എല്ലാം കൂടി ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. എവനാ അപ്പം വന്നെന്നും പറഞ്ഞ് വിളിച്ചത്. അപ്പോഴേ ഇറങ്ങി വന്നേ. ഒട്ടും വയ്യപ്പാ, അല്ലാണ്ട് എനിക്കൊന്നുമില്ല. ഞാൻ പോയി കിടക്കട്ടെ അപ്പാ? വയ്യാത്തോണ്ടാ. ഇല്ല എനിക്ക് അപ്പൻ്റെ കൂടെയും നേരൂടെയൊക്കെ നിൽക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും വയ്യപ്പാ. എൻ്റെ മൂഡ് ഒട്ടും ശരിയല്ല. മോൻ വയ്യെങ്കിൽ പോയി കിടന്നു. എവരോട് പറയാൻ പറ്റത്തില്ല, മോനിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന ആ നിമിഷം മോനങ്ങ് വന്നേക്കണം. അപ്പനുണ്ട് വീട്ടില്. മോൻ പറയുന്ന എന്തും കേൾക്കാനായിട്ട്. കേട്ടോ? ചെല്ല്, റെസ്റ്റ് എടുക്കുക. എന്നാടാ ചെറുക്കന് പറ്റിയേ? ഇവ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകുന്നേ? അവ ഇങ്ങനെ പെരുമാറുന്ന നീയൊക്കെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കാലമായിട്ടും. കുടിച്ച് ഹാങ് ഓവറൊക്കെ എന്റെ കൊച്ചിന് വന്നിട്ടുള്ളതാ. പക്ഷെ അവ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. നീയൊക്കെ രണ്ടോ അവൻ്റെ കൂടെ തന്നെ നടക്കുന്നേ? അതോ ചെറുക്കൻ എന്താ പറ്റിയെന്ന് മര്യാദയ്ക്ക് കണ്ടുപിടിച്ച ആ പ്രശ്നം എന്താന്ന് വെച്ചാൽ തീർത്ത് ചെറുക്കനെ പഴയതോലാക്കിക്കോണം. ഇല്ലെങ്കിൽ രണ്ടിനെയും തൂക്കിയെടുത്ത് വല്ല കേട്ടിന്റെ ഞാൻ ഇടും. ഡോ കാലമാടാ, താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കോ? ഹലോ, ഹായ്. ആരാ? സോറി, ആരാ ഇതൊക്കെ അറിവേ? ഓ, ഈ ചെറുക്കന് വരാൻ കണ്ട നേരം. ഇതെൻ്റെ അപ്പനാ, ബെഞ്ചമിൻ. അത് എൻ്റെ ബ്രദറും സിസ്റ്ററും. അവരങ്ങ് വേറെ സ്ഥലത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് വേദാന്ത് താക്കൂർ, ഈ വീട്ടിലെ അവകാശി എന്നൊക്കെ പറയാം. വേദ അപ്പായി. നമസ്കാരം മോനെ. എനിക്ക് ബ്രൂണോ പറഞ്ഞറിയാം. പിന്നെ എവൻ ഇന്നലെ വിളിച്ച് നേഹയോട് നിന്നെ കുറിച്ച് ഒരുപാട് പറഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ അറിയാം. മോന് സുഖമല്ലേ? സുഖം അങ്കിളെ. അങ്കിളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അങ്കിള് അറിവിൻ്റെ അച്ഛനല്ലേ? അങ്കിളെ, എനിക്കൊരു പെർമിഷൻ വേണമായിരുന്നു. വേറൊന്നുമല്ല, അങ്കിളുടെ 2 മക്കളെ എനിക്ക് കെട്ടിച്ചേരുമോ? 2 മക്കളെയോ? അല്ല, മോന് അറിവിനെയല്ലേ ഇഷ്ടം?
അല്ല, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. എന്നോട് ബ്രൂണോ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇനി എൻ്റെ ഏത് മോനെയാ മോന് കെട്ടിച്ചേരണ്ടേ? അയ്യോ അങ്കിൾ അങ്ങനെയല്ല, അങ്കിൾ തെറ്റിദ്ധരിച്ചതാ. എനിക്ക് ഈ ഒരു മോനെ തന്നെ ഇഷ്ടം. പക്ഷെ ഈ മോൻ്റെ ഉള്ളിൽ വേറൊരു മോനുണ്ടല്ലോ, ഒരു തമിഴ് സംസാരിക്കുന്ന മോൻ. ഇതിനെ കിട്ടുമ്പോൾ എന്തായാലും ഞാൻ അതിനെയും കിട്ടേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഞാനിങ്ങ് എടുക്കുക. കെട്ടുവാന്ന് വെച്ചാൽ ഇപ്പോൾ കെട്ടുന്നൊന്നുമില്ല, നോക്കട്ടെ രണ്ടിനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് ഞാൻ പിന്നോട് കെട്ടിക്കോളാം. ഓ, അതായിരുന്നോ? ആക്ച്വലി മോനെ, ഐ എം സോ ഹാപ്പി നീ ഇവനെ ഇങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട്. നീ എടുത്തോളാം. ഓഹോ, അപ്പനൊന്ന് മാറിക്കേ. ഓ, അപ്പം നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ? എന്നെയും വേണം നിനക്ക് അവനെയും വേണമല്ലേ? ഓ, ഫസ്റ്റ് നൈറ്റ് അവൻ്റെ കൂടെ ഫസ്റ്റ് ആഘോഷിച്ചതും പോരാ, ഇപ്പം നിനക്ക് അവനെയും വേണോ എന്നെയും വേണോ അല്ലേ? അങ്ങനെ ഇപ്പം രണ്ടുപേരും നീ കെട്ടണ്ട. കെട്ടുന്നെങ്കിൽ എന്നെ കെട്ടിയാൽ മതി. അയ്യേ, അപ്പം ഞാൻ സത്യം പറയട്ടെ, നിങ്ങളെ മോന് വിവരമെന്ന് പറയുന്ന സാധനമില്ല. ഇപ്പം തന്നെ ഉണ്ടോ എന്തൊക്കെ വിളിച്ചു പറഞ്ഞേന്ന്. നന്നാവത്തില്ലടോ. തനിക്കൂടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇതിപ്പോൾ എനിക്ക് തന്നെ ഗുലുമാലായോ? താൻ തന്നെ അല്ലോടോ അതും, അത് തന്നെയല്ലോടോ താനും. താൻ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. പോടോ, താനോട് സംസാരിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. അപ്പം ഞാൻ ഈസ്റ്റ് മീറ്റ് യു, ഞാൻ പോവാ. ഞാനിവിടെ നിന്ന് ഇനി നാണം കഴിയേണ്ടി വരും. ചേട്ടാ കേട്ടാപ്പാ, അവൻ 2 അവതാരമായിട്ട് ഫസ്റ്റ് നൈറ്റ് വരെ ആഘോഷിച്ചിട്ടാ നിൽക്കുന്നത്. ചേട്ട വെറുതെ അവൻ നിന്നെ ചേട്ടേന്ന് വിളിച്ചിട്ട് പോയത്. അച്ചറക്കനൊക്കെ ഒന്ന് വെച്ചാണല്ലോ. നിന്റെ ഒരു സ്വഭാവം വെച്ച് നീ ഡബിൾ റോളിൽ വന്ന് അവനെ കൊന്നാണ്. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും എൻ്റെ പൊന്നു പോലെ നിനക്ക് വിവരം എന്നുള്ള സാധനമല്ല, അപ്പം നിൽക്കുക എന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? ഓ, നിനക്ക് പിന്നെ ആ സാധനം കർത്താവ് ആവോളം മാറിക്കോരി തന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പോവാ. ഞാൻ പോയി അവനെങ്ങനെയും കൺവീൻസ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാനേ നിങ്ങൾ നിൽക്കുമെന്ന് ഓർത്തിട്ടല്ല അങ്ങനെ പറഞ്ഞത്. അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ ജലസടിച്ച് വന്നു പോയതാ സത്യമായിട്ടും. അപ്പം ഞാൻ ഒന്ന് പോവാണേ. അടുത്ത വരക്കത്തിന് കാണാം. ബൈ. നേഹ, എടി നീ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കാം കേട്ടോ. പീറ്ററേ, ശരിടാ. ബൈ 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 ബൈ. ബ്രൂണോ, ആവശ്യമില്ലാത്ത നുണയെന്ന് അപ്പനോട് പറഞ്ഞു കൊടുത്തേക്കരുത് കേട്ടല്ലോ. നിനക്ക് അല്ലെങ്കിൽ കുറച്ച് നുണ കുറച്ചിട്ട് ഇപ്പോൾ കൂടുതല. ഞാൻ പോവാ. ഇവനിപ്പോ ഇച്ചിരി പൈങ്കിളിയല്ലേ അപ്പ? ഇങ്ങനെയാണെങ്കിൽ അവൻ പഞ്ചാര കോരി എറിയേണ്ടി വരും കൺവീൻസ് ചെയ്യിപ്പിക്കാനായിട്ട്. എങ്ങനെയൊക്കെ നടന്നവനാ ഇപ്പൊ ഓടുന്ന ഓട്ടം നോക്കിക്കേ. കൺവീൻസ് ചെയ്ത് മുടിയൊന്നാ തോന്നുന്നേ ഈ പോക്കാണെങ്കിൽ. അവ ഇങ്ങനെ മാറിയതിൽ എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളൂ. പക്ഷേ ബ്രൂണോ, അവൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പഴയതുപോലെ മാറുന്നുണ്ടല്ലേ? അല്ല, ഇന്നലെ നേഹയെ വിളിച്ചിരുന്നു. വേദയെന്ന് പറയുന്ന ആ പയ്യനില്ലേ ഇപ്പം ഇവിടെ വന്നിട്ട് പോയാ. നീ പറയുന്നതിന് മുമ്പ് തന്നെ അവനെ ജീവനാണെന്ന് എനിക്ക് മനസ്സിലായി. നേഹയെ വിളിച്ചിട്ട് അവനെ പബ്ബിൽ വെച്ച് ഏതൊരു ചെറുക്കൻ കയറി പിടിച്ചെന്നോ അതേവൻ കണ്ടോണ്ട് ചെന്നെന്നോ ആ ചെറുക്കനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ലെന്നും കൊല്ലണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചായിരുന്നു. ഇവളത് കേട്ട പാതി കേൾക്കാത്ത പാടി ഇറങ്ങിപ്പോയി അവനെ കൊല്ലുകയും ചെയ്തു. വല്ല നീ അറിഞ്ഞോ? അതറിഞ്ഞപ്പോഴാ നാളെ തന്നെ വന്ന് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തീരുമാനിച്ചത്. ഇവിടെ വന്നപ്പോൾ അവനാണെങ്കിൽ പഴയതുപോലെയും. എനിക്കറിയത്തില്ല, നിന്നെ കണ്ടൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞ് തന്നെയാ വന്നത്. എന്തൊക്കെയാടാ ഈ നടക്കുന്നേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവൻ അങ്ങനെ ആവുന്ന സമയത്തിന് അവനെ കൺട്രോൾ ചെയ്ത് നിർത്തണമെന്ന്. നിങ്ങൾ എന്നിട്ട് ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? പോരാഞ്ഞിട്ട് നീറുതോ അങ്ങനെയും. അവനെന്താടാ പറ്റിയത്? ചെറുക്ക ഇങ്ങനെയൊന്നും ആവാത്തയാണല്ലോ. എൻ്റെ പൊന്നെ, അപ്പ ഇവിടെ വരുന്നവരെ അവനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പനും അറിയാന്നുള്ളതല്ലേ. ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും അപ്പനെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോഴും അവൻ മാറിയത് വീണ്ടും പഴയതുപോലെ. പിന്നെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് മാറും. അവന് ദേഷ്യം വരുന്ന എന്ത് പറഞ്ഞാലും അവൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം മാറുക. ഞാൻ എന്ത് ചെയ്യാനാ? പറഞ്ഞ് തിരുത്താൻ നോക്കിയ വരുന്ന സാധനത്തിന്റെ സ്വഭാവം അപ്പനും എല്ലാവർക്കും അറിയാന്നുള്ളതാണല്ലോ. നമ്മൾ പറയുന്ന വാക്കുകളൊന്നും അവൻ്റെ അടുത്ത് വില പോകത്തില്ല. എനിക്കറിയത്തില്ല, കുറേ ശ്രമിച്ചതാ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ. നടക്കത്തില്ല അപ്പ, നടക്കത്തില്ല എന്നല്ല, തലയിൽ കയറത്തില്ല ആ വരുന്നതിൻ്റെ. പിന്നെ എന്തെന്നും പറഞ്ഞ് പറയാനാ? അതുകൊണ്ട് ഞാനൊന്നും പറയാനും നിന്നില്ല. അപ്പ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തത് എല്ലാത്തിനും. നടക്കത്തില്ല അപ്പ. പിന്നെ
പിന്നെ പിന്നെ പിന്നെ അവന്റെ കാര്യം നിറുവിന് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ഇപ്പൊ തന്നെ ഈ വേദയുടെ കാര്യം അപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതൊന്നും അറിവിന് ഓർമ്മയില്ല. അവൻ ബാത്റൂമിൽ പോയതുവരെ അവന് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ അവന് ദേഷ്യം വരുന്ന രീതിയിൽ എന്തോ കണ്ടുകൊണ്ട് അവൻ മാറി എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് ഇതാണെന്ന് ഇപ്പൊ ഉറപ്പാവുകയും ചെയ്തു. പിന്നെ വേദയുടെ കാര്യം അതിങ്ങനെ, നിറുവിന്റെ കാര്യം എന്താന്ന് എനിക്ക് അറിയത്തില്ലപ്പാ. രാവിലെ തൊട്ട് അവൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെയാ. ഞാനും ചോദിച്ചു, അറിവും ചോദിച്ചു, ഞങ്ങൾ പിറകെ നടന്ന് ചോദിച്ചു. അവൻ ഒറ്റയ്ക്കിരിക്കണം, അവനൊന്നും പറയാൻ താല്പര്യമില്ല എന്നൊക്കെയാ പറയുന്നത്. ഇങ്ങനെ പറയുന്നവനോട് ഞങ്ങൾ എന്ത് പറയാനാ? അവൻ വല്ലതും വാതുറന്ന് പറഞ്ഞല്ലേ എന്നതാ ഏതാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കാര്യമൊന്നും അറിയാണ്ട് ഞാൻ പോയി അവനോട് എന്ത് പറയാനാ? എന്റെ ഒറ്റൊരുത്തന്റെ നിർബന്ധം കാരണം ഇവിടെ വന്നത്. ഇത് നേരത്താണാവോ ഈ വയ്യാവലി കേസ് കെട്ടിലോട്ട് തലയെടുത്ത് വയ്ക്കാൻ തോന്നിയത്? ഞാൻ കാരണം അവന്മാർക്കൊക്കെ ഇങ്ങനെ. ഇവിടെ നിന്നെല്ലാം വിട്ടിറങ്ങിയിട്ട് വരണമെന്നുണ്ട്. പക്ഷെ എവിടേക്കോ ഞാനും വീണുപോയി അപ്പ. ഞാൻ പറഞ്ഞില്ലേ അപ്പ രാവിലെ അപ്പം വിളിച്ചപ്പോ എനിക്ക് ഹർഷനെ ഇഷ്ടമാ. കളഞ്ഞിട്ട് അങ്ങോട്ട് വരാനും പറ്റുന്നില്ല. എനിക്കറിയത്തില്ല, എവിടേക്കോ എന്തൊക്കെയോ തുടങ്ങി വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പറ്റാത്തൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. എന്ത് വയ്യാവേലി കേസ്? ദേ ബ്രൂണോ, നിങ്ങൾ ഇവിടെ ജോലിക്ക് തന്നെയല്ലേ കയറിയേ, അതോ വേറെ വല്ലതിനോ? ദേ അപ്പനോട് ഒരു കാര്യവും നിങ്ങൾക്ക് അധിക നാൾ മറച്ചു വെക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് നിനക്ക്. ബ്രൂണോ, എന്തിനാ എന്റെ മക്കൾ ഇവിടെ കയറി എന്ന് പറഞ്ഞാൽ മാത്രമേ അപ്പൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. ഇതോ ഇപ്പൊ കയറിപ്പോയ ഒരുത്ത അങ്ങനെ, വേറൊരുത്ത അങ്ങനെ, പോരാണ്ട് നിനക്കൊക്കെ രണ്ടെണ്ണത്തിന് ഇവിടെ ഓരോന്നിനും ഇഷ്ടം. വല്ല കള്ളത്തരവും കാണിക്കാനാണ് ഇവിടെ കയറിയെങ്കിൽ അത് തുറന്നു പറ. അങ്ങനെ കയറി നിന്നിട്ട് ഇവിടെ ഉള്ള ഓരോന്നിനെ പ്രേമിച്ചൊക്കെ കഴിഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല ബ്രൂണോ. മക്കൾ എന്തിനാ ഇവിടെ വന്ന് അത് പറ, അപ്പനോട് തുറന്നു പറ. അപ്പൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും പഴുതിലൂടെ കൂടി എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരാം. അല്ലാണ്ട് എന്നോടൊന്നും പറയാണ്ട് സ്വന്തമായിട്ടെല്ലാം തീരുമാനിക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല, നിങ്ങളെ കൊണ്ട് ഒക്കത്തില്ല. പ്രത്യേകിച്ച് അറിവ് ഈ ഒരു കോലത്തിരിക്കുമ്പോ. മറ്റേ അറിവാണെങ്കിൽ എങ്ങനെയെങ്കിലും അവ ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അപ്പൻ അറിഞ്ഞേ പറ്റൂ. എന്തിനാ നിങ്ങളിവിടെ കയറിയേ? അതപ്പ ഞാനപ്പം വരുവാന്ന് പറഞ്ഞപ്പോ അല്ലേലും ഇതൊക്കെ പറയാൻ തന്നെ ഇരുന്നേ. ഇനി എന്നെ കൊണ്ട് വയ്യപ്പ. അവർ രണ്ടും ഇങ്ങനെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയാപ്പ.